സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. മൊസൂളിൽ ഇസ്ലാമിക അധിനിവേശത്തിൽ അടച്ചുപൂട്ടിയ ക്രൈസ്തവ ദേവാലയം 18 വർഷങ്ങൾക്ക് ശേഷം തുറന്നു. മൊസൂൾ. ഇറാഖിലെ മൊസൂളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അധിനിവേശത്തിൽ അടച്ചുപൂട്ടിയ ക്രൈസ്തവ ദേവാലയം 18 വർഷങ്ങൾക്ക് ശേഷം തുറന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച പെന്തക്കോസ്ത തിരുനാൾ ദിനത്തിലാണ് 2 പതിറ്റാണ്ടായി അടച്ചുപൂട്ടിയിരുന്ന ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ വീണ്ടും ബലിയർപ്പിച്ചത്. ഐസിസ് അധിനിവേശ കാലത്ത് ദേവാലയത്തിലെ ബലിപീഠവും രൂപങ്ങളും ഫർണിച്ചറുകളും ചുവരുകളും തീവ്രവാദികൾ നശിപ്പിച്ചിരുന്നു. 2027 ജൂൺ 3 പെന്തക്കോസ്ത തിരുനാളിന് ശേഷമുള്ള ഞായറാഴ്ച ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച ഫാദർ റഗീദ് അസീസ് ഗനിയെയും ഡീക്കന്മാരെയും ഇസ്ലാമിക ഭീകരർ മൃഗീയമായി കൊലപ്പെടുത്തിയത് ഈ ദേവാലയത്തിൽ വെച്ചായിരുന്നു. ഹോളി സ്പിരിറ്റ് ദേവാലയം രക്തസാക്ഷികളുടെ പള്ളി എന്ന പദവിക്ക് അർഹമാണെന്ന് മൊസൂളിലെ കൽദായ ആർച്ച് ബിഷപ്പ് മൈക്കൽ നജീബ് ചടങ്ങിനിടെ പറഞ്ഞു. ഫാദർ റഗീദ് ഉൾപ്പെടെ അനേകം ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസത്തിന്റെ സാക്ഷികളായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. 2003 ശേഷം മൊസൂൾ ശൂന്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രിസ്ത്യാനികളെയും അവരുടെ പള്ളികളെയും ലക്ഷ്യമിട്ട് നിരവധി ഭീകര ആക്രമണങ്ങൾ നടന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അധിനിവേശ കാലയളവിൽ ക്രൈസ്തവർ നരകയാതനയാണ് അനുഭവിച്ചതെന്നും ബിഷപ്പ് അനുസ്മരിച്ചു. ഇസ്ലാമിക തീവ്രവാദികളുടെ ഇടയിൽ ബന്ധിതരായി കൊല്ലപ്പെട്ട ബിഷപ്പ് റാഹോയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് 2008 പള്ളിയുടെ വാതിലുകൾ അടച്ചു. ജീവനെ ഭയന്ന് പലായനം ചെയ്ത ക്രിസ്ത്യാനികൾ ദേവാലയം ശൂന്യമാക്കി. ഒരു കാലത്ത് ദേവാലയ പരിസരത്ത് താമസിച്ചിരുന്ന 1000-ലധികം കുടുംബങ്ങളായിരുന്നു വിശ്വാസികളെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ മൊസൂളിലെ ഏറ്റവും വലിയ പള്ളിയായിരുന്നു ഹോളി സ്പിരിറ്റ് ദേവാലയമെന്നും ബിഷപ്പ് അനുസ്മരിച്ചു. മൊസൂളിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ പുനർനിർമ്മിക്കാനും സംരക്ഷിക്കാനും ആർച്ച് ബിഷപ്പ് പുരാവസ്തു പൈതൃക വകുപ്പിനോടും ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളോടും ആവശ്യപ്പെട്ടു. ഏറെ പുരാതനമായ മസ്കന്ത പള്ളി പുനർനിർമ്മിക്കാനുള്ള നിനവെ ഗവർണറേറ്റിന്റെ സംരംഭം ഉടൻ വെളിച്ചം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അതേസമയം മൊസൂളിലേക്കുള്ള ക്രിസ്ത്യാനികളുടെ മടങ്ങിവരവ് ഭയാനകമായ വിധത്തിലാണ് കുറവെന്നും ബിഷപ്പ് നജീബ് പറഞ്ഞു. ഒരു കാലത്ത് ക്രൈസ്തവർ തിങ്ങിപ്പാർത്തിരുന്ന നിനവെ മേഖലയിൽ ഇസ്ലാമിക അധിനിവേശത്തിന് ശേഷം ക്രൈസ്തവർ ന്യൂനപക്ഷമാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.